കശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ പാക് ഡ്രോൺ ആക്രമണമുണ്ടായി എന്ന വാർത്ത വരുന്നു. എക്സ്പ്ലോഷൻസ് ഹേഡ് അക്രോസ് ശ്രീനഗർ. അതായത് ശ്രീനഗറിൻ്റെ വിവിധയിടങ്ങളിൽ ഉടനീളം സ്ഫോടന ശബ്ദങ്ങളുണ്ടായെന്ന് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ കുറിക്കുന്നു. അപ്പോൾ അതിനൊരു സ്ഥിരീകരണം വരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം പറയുന്നത്. മറ്റൊന്ന്, അവിടെ മാത്രമല്ല, അതിനപ്പുറത്തേക്കും ചില സൂചനകൾ വരുന്നുണ്ട്. അതായത് പഞ്ചാബിൽ ഫിറോസ്പൂറിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അവിടെ ബ്ലാക്ക് ഔട്ടാണ്. കച്ചിലും ഡ്രോണുകൾ എത്തി എന്ന വിവരങ്ങൾ വരുന്നു. ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് കേട്ടോ. കാരണം എപ്പോഴും പറയാം, ആശങ്ക പരത്തലല്ല ആരുടെയും ലക്ഷ്യം. അത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ലക്ഷ്യം അതാകരുതല്ലോ. പക്ഷേ കിട്ടുന്ന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാതെയും പറ്റില്ല. കിട്ടുന്ന വിവരങ്ങളൊക്കെയും ശരിയാകണമെന്നില്ല. ചില സൂചനകൾ മാത്രമാണ്. അത് എല്ലാ പ്രേക്ഷകരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രാജസ്ഥാനിലെ ബാർമറിൽ ബ്ലാക്ക് ഔട്ടാണ്. ഫിറോസ്പൂരിൽ പഞ്ചാബിൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. കച്ചിലും ഡ്രോണുകൾ ഉണ്ടെന്ന വാർത്തകൾ വരുന്നു. അങ്ങനെയെങ്കിൽ ഇത് വെറുതെ ആവില്ലല്ലോ ജിഷ്ണു. ഇങ്ങനെ പലയിടങ്ങളിൽ, ഇപ്പോൾ ജമ്മുവിൽ മാത്രമാണെങ്കിൽ ജമ്മുവിലേക്ക് ഈ വിവരങ്ങൾ എത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആദ്യം എത്തേണ്ടത് ജമ്മുവിലാണ്. മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും രാജസ്ഥാനിലെ ബാർമറിൽ, ഫിറോസ്പൂരിൽ, പഞ്ചാബിൽ കച്ചിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് ഒരേ സമയത്ത് ആക്രമണം വരണമെങ്കിൽ അത് കൃത്യമായി വെടിനിർത്തൽ കരാർ ലംഘനം തന്നെയല്ലേ? ഷാജ്, അങ്ങനെ തന്നെ വേണം കരുതാൻ. പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ അതിർത്തി മേഖലകളിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഡ്രോൺ സാന്നിധ്യം എവിടെയെല്ലാം കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചൊരു പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. കാരണം പത്താൻകോട്ട് മേഖലയിൽ ഇതുവരെ ഡ്രോണിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനമോ സൈറൺ മുഴങ്ങുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആകെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ രാജസ്ഥാനിൽ ജയ്സാൽമീർ മേഖലയിൽ ഡ്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം കച്ച് മുതൽ ഈ ജമ്മു കാശ്മീർ വരെ അതിർത്തി നിയന്ത്രണ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്ത മേഖലകളിലെല്ലാം ഇന്നും ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് വളരെ കൃത്യമായി പ്രതിരോധിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് അത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ജമ്മു കാശ്മീരിൽ വിവിധയിടങ്ങളിൽ ഡ്രോൺ തകർത്തതിന്റെ ശബ്ദം, അതല്ലെങ്കിൽ സ്ഫോടന ശബ്ദം കേട്ടു. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഒപ്പം സൈനിക വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബരാമുള്ളയിലും കൂടാതെ ശ്രീനഗറിലുമാണ് ഉണ്ടായിട്ടുള്ളത്. ജമ്മു സെക്ടറിൽ നൌഷാര, ഉദ്ധംപൂർ, അഗ്നൂർ മേഖലകളിൽ കര അതിർത്തിയിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്ത് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും അത് ഏത് രീതിയിൽ സംഭവിച്ചതാണെങ്കിൽ പോലും വെടിനിർത്തൽ ധാരണയുടെ പരസ്യമായിട്ടുള്ള ലംഘനമാണ്. യാതൊരു തരത്തിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തനങ്ങളിൽ ഒരു മാന്യതയും കാണിക്കാതെയാണ് പാകിസ്ഥാൻ വീണ്ടും അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത്. അത് ശക്തമാവുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലൊരു വലിയ പ്രകോപനത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ശക്തമായ തിരിച്ചടി സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതിന്റെ പൂർണ്ണമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ഒരു വെടിനിർത്തൽ ധാരണയുണ്ടായി എന്നുള്ള ധാരണയിൽ യാതൊരു തരത്തിലും പ്രതിരോധ സംവിധാനങ്ങളിൽ കുറവ് വരുത്തുകയും നമ്മൾ നടത്തിയിട്ടുള്ള യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് വളരെ കൃത്യമായി നിലനിർത്തുകയും സസൂക്ഷ്മം നിരീക്ഷണം അതിർത്തി മേഖലകളിൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. പ്രതിരോധ നിര ശക്തമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഏത് രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നമുക്ക് നോക്കിക്കാണണം. കൃഷ്ണരാജ്.